നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെട്രോപൊളിറ്റാനയുടെ സൗത്ത് സ്റ്റാൻഡിൽ നിന്നും ഹുലിയൻ അൽവാരസിനെതിരെ ചാൻഡ് മുഴങ്ങി. അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ, ചീത്ത വിളിക്കുന്ന തരത്തിലുള്ള ചാൻഡ്. പക്ഷേ ഒരു വിഭാഗം മാത്രമാണ് ആ ചാൻഡ് ചൊല്ലിയത്. ബാക്കി ആളുകൾ അത് ഏറ്റുപിടിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ആശ്വാസകരം. കളി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഡിയേഗോ സിമിയോണിയോട് മാധ്യമങ്ങൾ അത് ചോദിച്ചു. ഇന്നത്തെ ദിവസം ഇത് ചോദിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ലെന്നറിയാം, പക്ഷെ അത് സംഭവിച്ചു. നിങ്ങളുടെ താരത്തെ തന്നെ തെറി വിളിക്കുന്ന തരത്തിലുള്ള ചാൻഡുകളുണ്ടായി, എന്താണ് അതിൻ്റെ മറുപടി ചോദിച്ചപ്പോൾ സിമിയോണി പറഞ്ഞത്, ഞാൻ ഞങ്ങളുടെ ജനങ്ങളുടെ നേരെ വളരെ റെസ്പെക്റ്റ്ഫുൾ ആണെന്നാണ്. അത്രമാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഐ എം വെരി റെസ്പെക്റ്റ്ഫുൾ ടുവേർഡ് അവർ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഹുലിയൻ അവിടെ തുടർന്നാൽ ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും വരിക എന്നുള്ളതിനി കണ്ടറിയണം. മത്സരം 2-0 അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചു. മലാഗക്കെതിരെ വിജയിച്ച് കയറുമ്പോൾ 2 വെടിച്ചില് ഗോളുകളാണ് കാങ്ങിൻ ലീയും അലക്സ് ബെയ്നയും നേടിയ 2 സൂപ്പർ ഡ്യൂപ്പർ ഗോളുകളിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചു കയറിയത്. മത്സരത്തിൽ അത്ലറ്റിക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലുക്മാനും ഓർട്ടിസും ഒക്കെയാണ് ആദ്യ 11 ഉണ്ടായിരുന്നത്. കളിയുടെ 70-ാമത്തെ മിനിറ്റിലാണ് കാങ്ങിൻ ലീയുടെ ഒരു സൂപ്പർ ഗോൾ പിറക്കുന്നത്. പിന്നാലെ 85-ാമത്തെ മിനിറ്റിൽ ഫ്രീ കിക്കാണ്, വളരെ ദൂരെ നിന്നുള്ളൊരു ഫ്രീ കിക്കാണ് അലക്സ് ബെയ്ന വലയിലേക്ക് അടിച്ചു കയറ്റിയത്. ഏതായാലും കിടിലൻ വിജയത്തോടുകൂടി, 2-0 വിജയത്തോടുകൂടി അത്ലറ്റിക്കോ മാഡ്രിഡ് പുതിയ ലാലിഗ സീസണിൽ തങ്ങളുടെ മുന്നേറ്റം ആരംഭിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.